ഹായ് കൂട്ടുകാരെ, 2-3 മാസമായി ഈ വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ട് ഇപ്പോഴാണ് ഇടാൻ നേരമായത്. അപ്പോൾ ഈ കാണുന്ന പുളിയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, നമ്മുടെ തേങ്ങ ഇതെല്ലാം കൂട്ടിയിട്ട് നല്ല പോലെ അരച്ചെടുത്തു. ഇതെല്ലാം മൊത്തത്തിൽ അരച്ചെടുത്തു. നമ്മുടെ മീനാട്ടോ. അപ്പോൾ നമ്മുടെ ഒരു പാൻ്റെ അകത്തേക്ക് ഈ വാഴല എടുത്ത് ഇങ്ങനെ വെച്ച് കൊടുത്ത് അതൊന്ന് പയ്യൊന്ന് വാട്ടി എടുക്കും. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അരച്ചെടുത്തതെല്ലാം കൂട്ടിയിട്ട് ഇങ്ങനെ നീളത്തിൽ മൊത്തത്തിൽ അങ്ങോട്ട് പരത്തി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പല സൈഡിൽ പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. എന്തായാലും ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. അത് കഴിഞ്ഞിട്ട് മീൻ കഷ്ണങ്ങളെല്ലാം കൂടി ഇതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ഇതങ്ങ് മടക്കി വെച്ച് കൊടുത്തു. ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിട്ട് ഇതിൻ്റെ മുഴുവൻ വെള്ളം വറ്റിച്ച് നല്ല എന്താ പറയണേ, ഒരു തരി പോലും വെള്ളമില്ലാണ്ട് ഇത് മൊത്തത്തിൽ അങ്ങ് വറ്റിച്ചെടുക്കാട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കാണുന്ന പോലെ തന്നെ തിന്നാനും നല്ല ടേസ്റ്റാട്ടോ. കണ്ടോ, നല്ല മണമൊക്കെ ഇതിൻ്റെ അകത്തുനിന്ന് വരുന്നുണ്ട്. കാരണം ഇന്നത്തെ മീനാണല്ലോ ഇരിക്കണത്, നല്ല ചൂടുണ്ട്, കൈയിട്ട് വാരി തിന്നരുത് അടുപ്പത്തു നിന്ന് ഇറക്കുമ്പോഴേക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി ഇതെല്ലാം കൂട്ടിയിട്ട് നമുക്ക് ഇനി നല്ലൊരു ഭക്ഷണം അങ്ങോട്ട് കഴിക്കാം, നല്ലൊരു ഊണങ്ങോട്ട് ഉണ്ടാലോ. കണ്ടോ, ഇത് വെക്കേണ്ട താമസം കേട്ടോ, അത് പറഞ്ഞ നേരം കൊണ്ട് തിന്ന് തീരും എല്ലാവരും. അപ്പോൾ കണ്ടോ, ഇങ്ങനെ നല്ലൊരു കഷ്ണം നോക്കി അങ്ങോട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചോറിൽ അങ്ങോട്ട് കൂട്ടി അങ്ങോട്ട് ഉരുട്ടുക. എല്ലാ കറികളും അങ്ങ് ചേർത്ത് കുഴച്ച് വായിട്ട് വയ്ക്കുക. സൂപ്പറാട്ടോ, സൂപ്പർ.